ഗൈസ്, അപ്പം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ അടിക്കാൻ പറ്റിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹയാട്ടോ. എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തോന്നിയത് ഹയാട്ടോ ആണ്. അപ്പോൾ ആ ക്യാരക്ടർ നല്ലതാണ്, പക്ഷേ ഇത്തിരി ഹെഡ് ഷോട്ട് കൂടുതൽ ഹയാട്ടോയാണ്. അത് നമുക്ക് അത് സെലക്ട് ചെയ്യാം. പിന്നെ ക്യാരക്ടറിൻ്റെ സ്കില്ല് ഓറിയോണാണ്. ഓറിയോൺ ക്യാരക്ടറിൻ്റെ സ്കില്ലാണ് എനിക്കിത്ര ഇഷ്ടം. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അത്ര തന്നെ, ഓറിയോൺ സെലക്ട് ചെയ്ത് നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോവാം. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോവാം. എന്നിട്ട് അവിടുന്ന് സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സെൻസിറ്റിവിറ്റി നോക്കാം. അപ്പോൾ ഇതാണ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നമുക്കെപ്പോഴും ആർക്കായാലും നമുക്ക് പറ്റണൊരു കോമ്പിനേഷൻ വേണം. അതായത് ഹെഡ് ഷോട്ട് അടിക്കാനായിട്ട് നമുക്ക് ഗൺ കോമ്പിനേഷൻ വേണം. എനിക്കിഷ്ടപ്പെട്ട ഗൺ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വുഡ് പെക്കർ, പിന്നെ പാരസൽ, പിന്നെ നമ്മുടെ ഡെസേർട്ട് ഈഗിൾ. ഈ 3 ഗണ്ണും എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റിയ ഗൺസാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ഇതിലൊക്കെ ഹെഡ് ഷോട്ട് പ്രാക്ടീസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കൽ നടക്കില്ല. അപ്പോൾ പ്രാക്ടീസിൻ്റെ ആവശ്യമാണ്. അതായത് നമ്മൾ ഗെയിം കയറുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി 10 മിനിറ്റ് പ്രാക്ടീസും ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കാൻ ഇനി സെൻസിറ്റിവിറ്റി നോക്കാം. ഇപ്പോൾ അതിന് മുമ്പ് നമ്മൾ നോക്കുകയാണ്, വെറുതെ വെച്ച് അടിക്കുകയാണ്. ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്, ചില സമയത്ത് കയറും. ഞാൻ വലിയ പ്രോ പ്ലെയറൊന്നുമില്ല, അത്യാവശ്യം പ്രോ എന്നല്ല, കുഴപ്പമില്ലാണ്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി പോവാം. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചിലവർ പറയും, ചില വീഡിയോസിൽ പറയുന്നുണ്ട്, ഞാൻ കാണാറുള്ളതാണ്, ജനറൽ നമുക്ക് കൂട്ടിയിടൂ അല്ലെങ്കിൽ കുറച്ചിടൂ. ഹെഡ് ഷോട്ട് അടിക്കാൻ ജനറൽ സെൻസിറ്റിവിറ്റി നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ കറക്റ്റായിട്ട് ഇടണം. അപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കണമെങ്കിൽ ജനറൽ നമ്മൾ കറക്റ്റായിട്ട് ഇടണം. അപ്പോൾ എല്ലാ ഫോണിനും മാച്ചാവണ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി 95ആണ്. പിന്നെ റെഡ് ഡോട്ട് അതൊരു 86 നമ്മളുടെ 86 പിന്നെ 2x സ്കോപ്പ് അത് 125 വരെ ഇടാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഓരോ ഫോണിന് 2x സ്കോപ്പ് ഇതാവും. അപ്പോൾ എനിക്ക് ചിലവർക്ക് 125 ഹെഡ് ഷോട്ട് കയറും, 124 ഹെഡ് ഷോട്ട് കയറും. എനിക്ക് ഈ 2x സ്കോപ്പ് 123 ഹെഡ് ഷോട്ട് കയറുക. എനിക്കിപ്പോൾ ഒരു 123 പിന്നെ നമ്മുടെ 4x സ്കോപ്പ് ഇതൊരു 110 ഇടാം. അത്ര തന്നെ, എല്ലാ ഫോണിനും 110 ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്നൈപ്പർ സ്കോപ്പ് ഇതൊരു 85 ഇടാം. 85 ഇട്ടാൽ തന്നെ ഹെഡ് ഷോട്ട് കയറും. പിന്നെ വേണമെങ്കിൽ നമുക്കിതാ 19 വരെ ഇടാം. പക്ഷേ ഇത്ര ഹെഡ് ഷോട്ട് കയറണമെങ്കിൽ നമ്മൾ 85 ഇടണം. പിന്നെ 85 മുതൽ 19 വരെ ഇടാം. പിന്നെ നമ്മളുടെ ഫ്രീ ക്യാമറ ബട്ടൺ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ഹെഡ് ഷോട്ടിന് പറ്റിയതാണ്. ഇത് ഹെഡ് ഷോട്ട് കയറാൻ ഫ്രീ ക്യാമറ ബട്ടൺ വേണമെന്ന് ഞാൻ പറയണില്ല. ഫ്രീ ക്യാമറ ബട്ടൺ ഹെഡ് ഷോട്ട് അടിക്കുന്നതിൽ വലിയ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഹെഡ് ഷോട്ടിന് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. പിന്നെ നമ്മളുടെ ഇത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. ഇൻഫോർമേഷൻ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. പിന്നെ നമ്മളുടെ
ഓട്ടോ പിക്കപ്പ് ഇതും നമുക്കിഷ്ടമുള്ള രീതിയിലിടാം. പിന്നെ നമ്മുടെ ഓട്ടോ പിക്കപ്പ് സ്പീഡ് അത് ഫാസ്റ്റിലിടുന്നതാണ് ഇത്തിരി നല്ലത്. പിന്നെ നമ്മളെ കൺട്രോൾസ് അത് എപ്പോഴും നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. രണ്ടാമത് പ്രെസിയസ് ഓൺ സ്കോപ്പ് ഫുൾ കൺട്രോൾ. ഇതിൽ നല്ലത് ഡിഫോൾട്ട് ഇടലാണ്. അപ്പോൾ ഡിഫോൾട്ട് ഇടാം. പിന്നെ ഇത്ര തന്നെ. ഡിഫോൾട്ട് ഇട്ടാൽ തന്നെ ഹെഡ് ഷോട്ട് കയറും. എയിം പ്രെസിഷൻ ഇതിൽ ഡിഫോൾട്ട് ഇട്ടാലാണ് ഹെഡ് ഷോട്ട് കയറുക. പിന്നെ സൗണ്ട് എഫക്ട്സ് ഇതൊക്കെ നമുക്ക് ഇഷ്ടം ഇടാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഹെഡ് ഷോട്ട് കയറണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യത്തിന് കയറുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് കയറുന്നുണ്ട്. ഇപ്പോൾ 1 ടാപ്പ് കയറുന്നുണ്ട്. നമുക്കിനി നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയിട്ട് അടിക്കുമ്പോൾ ഹെഡ് ഷോട്ട് കയറുന്നത് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കുന്നത് അതും ഹെഡ് ഷോട്ട് കൂട്ടാൻ നല്ലതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതെടുക്കാം, അതായത് ഷൂട്ടിംഗ് പ്രാക്ടീസ്. ഇതിൽ നമുക്ക് നോക്കാം കേട്ടോ ഹെഡ് ഷോട്ട് കയറുന്നുണ്ടോ ഇല്ലേന്ന്. ഞാൻ പാരഫലിൽ വെച്ച് നോക്കുമ്പോൾ ഹെഡ് ഷോട്ട് നന്നായിട്ട് തന്നെ കയറുന്നുണ്ട്. ഹെഡ് ഷോട്ട് അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. ഹെഡ് ഷോട്ട് ഇനി വുഡ് പെക്കറിൽ നോക്കുകയാണെങ്കിൽ ഒരു 2-3 ഷോട്ടിൽ കയറുന്നുണ്ട്. 3 ഷോട്ടിൽ നമുക്ക് വുഡ് പെക്കറിൽ കയറുന്നുണ്ട്. മാക്സിമം നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കുമ്പോൾ 2 ഷോട്ട് അല്ലെങ്കിൽ 3 ഷോട്ടിൽ ഹെഡ് ഷോട്ട് കയറ്റാൻ വേണ്ടി നോക്കുക. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഹെഡ് ഷോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിമി വന്ന് നമ്മൾ അടിക്കും. അപ്പോൾ അതിന് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുക, അതായത് നമുക്ക് ഇങ്ങോട്ടും ചാടിയിട്ടും ഇരുന്നിട്ടൊക്കെ നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കാം. ഹെഡ് ഷോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഹെഡ് ഷോട്ട് കയറുന്ന ഇതാണ്. പിന്നെ കറങ്ങിയിട്ട് അടിക്കാൻ നോക്കുക, ഇങ്ങനെ കറക്കുക, അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കുമ്പോൾ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ കയറുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് അടിക്കുമ്പോഴായാലും കയറുന്നുണ്ട്. അപ്പം അത്ര തന്നെ. പിന്നെ നന്നായിട്ട് തന്നെ കയറുന്നുണ്ട്. ഇതേ സെൻസിറ്റിവിറ്റി ഞാൻ CS, അതായത് ഇതുപോലെ തന്നെ ഞാൻ CS കളിച്ചപ്പോഴും ലോൺ വോൾഫ് കളിച്ചപ്പോഴും നന്നായിട്ട് തന്നെ കയറുന്നുണ്ടായിരുന്നു ഹെഡ് ഷോട്ട്. ഡെസേർട്ട് ഈഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹെഡ് ഷോട്ട് കയറും. പാരഫൽ എന്ന് പറഞ്ഞ ഗണ്ണിൽ ഇത്തിരി അടിപൊളി ഹെഡ് ഷോട്ടിന് പറ്റിയ ഗണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക പാരഫൽ, പിന്നെ ഡെസേർട്ട് ഈഗിൾ ഹെഡ് ഷോട്ട് ബെസ്റ്റ്. ഇതിൽ നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ മാക്സിമം 2-3 അതായത് 2-3 ഹെഡ് ഷോട്ട് കയറ്റാൻ വേണ്ടി നോക്കുക. പിന്നെ മൂവ്മെൻറ്റ് ഇതുപോലെ മൂവ്മെൻറ്റും കൊടുക്കുക. പിന്നെ നമ്മൾ കറങ്ങിയിട്ട് അടിക്കുക, നേരത്തെ കറങ്ങി അടിക്കുക, അപ്പോഴും ഹെഡ് ഷോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡത്തെ മറ്റേ കൊടുക്കണേ ഫയർ ബട്ടൺ അടിച്ചിട്ട് അപ്പം തന്നെ ഹെഡ് ഷോട്ട് നല്ല ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇനിയും വേണം, അല്ലെങ്കിൽ ഹാക്കിങ്ങിൻ്റെ ആപ്പ് യൂസ് ചെയ്യണം, അങ്ങനെ വല്ല റെക്കമെൻഡേഷൻ തരികയാണെങ്കിൽ കമൻറ്റിൽ തരികയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.